അറിയാതെ പോലും ഈ സമയങ്ങളിൽ ശിവക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കരുത്. ഒരിക്കൽ ഒരു ശിവക്ഷേത്രത്തിലെ പൂജാരി രാത്രി പൂജ കഴിഞ്ഞ് ശ്രീകോവിലടച്ച് വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം പുലർച്ചെ പൂജാരി പതിവുപോലെ ക്ഷേത്രത്തിലെത്തി. അദ്ദേഹം യാതൊരു ശബ്ദവും ഉണ്ടാക്കാതെ വാതിൽ തുറന്ന് ശ്രീകോവിലിനകത്തേക്ക് പ്രവേശിച്ചു. അവിടെ ശിവലിംഗത്തിനരികിലിരുന്ന ഒരു വലിയ സർപ്പം പൂജാരിയുടെ കാലിൽ. പെട്ടെന്നുള്ള പരിഭ്രാന്തിയിൽ പൂജാരി ഉറക്കെ ശിവനാമം ഉച്ചരിച്ചു. ഉടനെ തന്നെ ആ സർപ്പം പൂജാരിയെ വിടുകയും ചെയ്തു. ഭയന്ന പൂജാരി പെട്ടെന്ന് തന്നെ ശ്രീകോവിലിന് പുറത്തേക്ക് ഓടി. അദ്ദേഹം അവിടെ നിന്ന് സർപ്പത്തെ കണ്ടു തൊഴുതു. ഉടനെ തന്നെ സർപ്പം ശിവലിംഗത്തിനു പിറകിലേക്ക് ഇഴഞ്ഞുപോയി. പൂജാരി ധൈര്യം സംഭരിച്ച് ശ്രീകോവിലിനകത്ത് ചെന്ന് നോക്കി. എന്നാൽ ആ സർപ്പം അവിടെ ഉണ്ടായി. അപ്പോഴാണ് പൂജാരി മനസ്സിലാക്കിയത് സർപ്പത്തിന്റെ രൂപത്തിൽ സാക്ഷാൽ ശിവഭഗവാൻ തന്നെയായിരുന്നുവെന്ന്. അതുകൊണ്ടാണ് ചില ശിവക്ഷേത്രങ്ങളിൽ കതക് തുറക്കുമ്പോൾ ശംഖ് ഊതിയും മദ്ദളം മുഴക്കിയും മന്ത്രങ്ങൾ ചൊല്ലിയും 3 പ്രാവശ്യം കതകിൽ മുട്ടിയും തുറക്കുന്നത്. കാരണം ശിവഭഗവാൻ ക്ഷേത്രത്തിനുള്ളിൽ ഏത് രൂപത്തിൽ വേണമെങ്കിലും ഉണ്ടാകാം. ശിവഭഗവാൻ സർവ്വവ്യാപിയും എല്ലാ രൂപങ്ങളിലും നിലകൊള്ളുന്നവനുമാണ്. ശംഭോ മഹാദേവ.